ചെർപ്പുളശ്ശേരി നഗരത്തിൽ ഏർപ്പെടുത്തിയ പുതിയ ട്രാഫിക് പരിഷ്കരണത്തിൽ ഭേദഗതി വേണമെന്ന് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ആവശ്യം. യാത്രക്കാർ ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യത്തിൽ പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും വരുന്ന സ്വകാര്യ ബസ്സുകൾ നഗരം ചുറ്റിയും മിഥില റീജൻസിക്ക് സമീപം യാത്രക്കാരെ എടുത്ത് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിപ്പിക്കണമെന്നാണ് പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യം ഉന്നയിച്ചത്. നിലവിൽ പട്ടാമ്പിയിൽ നിന്ന് വരുന്ന ബസ് അതുവരെ പോകുന്നത് കൊണ്ട് ആ പ്രദേശത്ത് നിന്ന് വരുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ പാലക്കാട്, ഒറ്റപ്പാലം, മണ്ണാർക്കാട് ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ, പെരിന്തൽമണ്ണ ഉൾപ്പെടെയുള്ള ബസ്സുകൾ നേരെ നമ്മുടെ ബസ് സ്റ്റാൻഡിന് മുന്നിലൂടെ വന്ന് മിഥിലയുടെ മുൻപിൽ യു-ടേൺ അടിച്ച് ബസ് സ്റ്റാൻഡിൽ കയറണം എന്നൊരു നിർദ്ദേശം കൂടി കൊടുത്തില്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇതിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ പട്ടാമ്പിയിൽ നിന്ന് വരുന്ന ബസ്സുകൾക്ക് അവിടെ പോകുമ്പോൾ പഞ്ചി പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്താണ് ഈ ബസ്സുകൾക്ക് ഇവിടെ നിന്ന് വന്നു പോകാൻ? രണ്ടുപേരല്ലാതെ വണ്ടിയിൽ അങ്ങനെ വാഹനം സ്വന്തമായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കാത്തവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഈ നമുക്ക് അനുഭവിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിന് ഒരു നല്ല തീരുമാനം ഉണ്ടാവണം എന്നാണ് ആവശ്യമായിട്ടുള്ളൊരു നടപടി. അത് നേരത്തെ സുബീഷ് സൂചിപ്പിച്ച പോലെ തന്നെ വാഹനങ്ങൾ ഇവിടുന്ന് വന്ന് പോകാൻ, ഇവിടെ വന്ന് തിരിച്ചു പോകാൻ കഴിയുന്ന തരത്തിലുള്ള ക്രമീകരണം മാറ്റിയാൽ കുറച്ചുകൂടി സൗകര്യപ്രദമാവും എന്നുള്ളത് തന്നെയാണ്. ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം. പിന്നെ ബസ് ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ അവിടെ പിന്നെ ട്രാഫിക് ജാം ഉണ്ടാവും പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പട്ടാമ്പി റൂട്ടിൽ ഈ ബസ്സൊക്കെ അങ്ങോട്ട് പോകണില്ലേ? പട്ടാമ്പിയിൽ നിന്ന് വരുന്ന ബസ്സൊക്കെ ഇതിലാണ് അവിടെ ഒന്നല്ലോ, നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നുണ്ടല്ലോ. എല്ലാ കടയിൽ നിന്നും ആളുകളെ പിന്നെ സ്വീകരിച്ചു പോകുന്ന വാഹനങ്ങൾ, നിർത്തുന്ന വാഹനങ്ങൾ നിർത്താതെ പിന്നെ ഈ മലബാർ കോംപ്ലക്സിന്റെ അവിടെയും പുതിയ പിന്നെ പഴയ ബസ് സ്റ്റാൻഡിന്റെ അവിടെ, നമ്മൾ മണിക്കാവ് ഉദ്ദേശിച്ച ബസ് സ്റ്റാൻഡിന്റെ അവിടെയും മാത്രം നിർത്തി അത് കഴിഞ്ഞ് മിഥിലയുടെ അവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട്, ഇവിടെ ആളിറക്കി തിരിച്ചു പോകുന്നത് കൊണ്ട് അത്ര വലിയ കുഴപ്പമുണ്ടാവും എന്നുള്ള അഭിപ്രായം എനിക്കില്ല. എന്നാൽ നിലവിലെ പരിഷ്കരണം നഗരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. പ്രശ്നം രൂക്ഷമാവുകയാണെങ്കിൽ യോഗം വിളിക്കാമെന്ന് ഭരണപക്ഷാംഗങ്ങൾ നിലപാട് സ്വീകരിച്ചു. നേരത്തെ പറഞ്ഞ ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ട് എന്നുള്ളത് സ്വാഭാവികമാണ്. നമുക്ക് ഒരുപക്ഷെ ഇത് രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ, ഇപ്പോ നേരത്തെ ബസ് സ്റ്റാൻഡിൽ പറഞ്ഞ കാര്യം, യാർഡിലൊക്കെ തന്നെ ചളി നിറഞ്ഞ സ്ഥിതി ഉണ്ടായിരുന്നു. മഴ പെട്ടെന്ന് മഴ രാത്രി നമ്മൾ കരുതുന്നതിൽ കൂടുതൽ മഴ പെയ്തപ്പോൾ വീണ്ടും ചളി കെട്ടുന്ന സ്ഥിതി ഉണ്ടായി. അന്നേ ദിവസം രാത്രി തന്നെ നമ്മൾ GSPയും കോറി വേസ്റ്റ് ഉപയോഗിച്ചിട്ട് അവിടെ ഡംപ് ചെയ്തു. രാവിലെ മുതൽ അവിടെ അത് പ്രശ്നം പരിഹരിക്കുന്നതിൽ ഇടപെടൽ നഗരസഭ നടത്തിയിട്ടുണ്ട്. ഇത് നമുക്കറിയാം. നിലവിൽ നഗരസഭയ്ക്ക് ഒരു രീതിയിൽ ഇപ്പൊ തന്നെ പഴയ ബസ് സ്റ്റാൻഡ് അടച്ചുപൂട്ടി അവിടെ നമുക്ക് ലഭിച്ചിരുന്ന വരുമാനമൊക്കെ നമ്മൾ നഗരസഭയ്ക്ക് ഭരണസമിതിക്ക് ഇല്ലാത്ത സ്ഥിതിയാണ്. ഇപ്പോൾ ബസ് നമ്മളിപ്പോ ഈ ടെൻഡർ നടപടിയിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് അവിടെ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത് പോലും നഗരസഭ അവിടെ ക്ലീൻ ചെയ്യാനും അവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും നേരത്തെ പറഞ്ഞ കോറി വേസ്റ്റ് ഇടാനും ഒക്കെ നഗരസഭയുടെ കണ്ടിജന്റ് വർക്കേഴ്സും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഇപ്പോഴും നമ്മൾ ആ ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രയാസം ഉണ്ടാകരുതെന്ന് കരുതിയിട്ടാണ് ആ ജാഗ്രത കൂടി കാണിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഇപ്പോഴുള്ള സംവിധാനത്തിലൂടെ പോയിക്കോട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിൽ ഒരു അപകടവും ഇപ്പൊ നിലനിൽക്കുന്നില്ല എന്ന് തന്നെയാണ്. കാരണം വളരെ ആൾക്കാരും എൻ്റെ അടുത്ത് പല കച്ചവടക്കാരും ഇങ്ങോട്ടും പറഞ്ഞു, ജീവൻ വെച്ചു, ഞാൻ എവിടെ നിന്നും പറയുന്നില്ല. അങ്ങനെയും കച്ചവടങ്ങളെല്ലാം വികേന്ദ്രീകരിച്ച് പോയെ കൊണ്ട് ഒരു അപകടവുമില്ല. ഏറ്റവും സുരക്ഷിതം അടിസ്ഥാനപരം അധ്യാപകരെല്ലാവരും വിളിച്ചു പറഞ്ഞു, രക്ഷിതാക്കൾ വിളിച്ചു പറയുന്നു. മിനി പറഞ്ഞില്ലേ, രക്ഷിതാക്കളും അധ്യാപകരും ഞങ്ങളുടെ കുട്ടികൾ എത്ര സുരക്ഷിതമായിട്ട് പോകുന്നു. ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ട്രാഫിക്കിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളത് നമുക്ക് പറഞ്ഞ ഏത് നിയമപാലകർ വെച്ചാലും കഴിയാത്തൊരവസ്ഥയാണ്. ബ്ലോക്ക് വന്ന് ശ്വാസം മുട്ടി പോവാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് വീണ്ടും കൂടിയിട്ട് നമ്മൾ ഐക്യകണ്ഠെ തീരുമാനിച്ച് നോക്കട്ടെ, നമ്മൾ ഈ സംവിധാനം ഇതിലൂടെ പോകട്ടെ എന്ന് മാത്രമാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ കാലാനുസൃതമായ മാറ്റങ്ങൾ ടൗണിൽ വരുമ്പോൾ അതോട് കുറച്ച് പൊരുത്തപ്പെട്ടു പോവേണ്ടി വരും. നമ്മളിപ്പോൾ പെരിന്തൽമണ്ണയായാലും പാലക്കാടായാലും ഒക്കെ ഞാൻ ആദ്യമേ പറഞ്ഞ സുബേഷ് കൗൺസിലർ തെറ്റിദ്ധരിച്ചതാണ്. ചെർപ്പശ്ശേരിക്ക് ജോലിക്ക് വരുന്നത് പോലെ തന്നെ എന്റെ നാട്ടിൽ നിന്ന് ഭൂരിഭാഗം പേരും പെരിന്തൽമണ്ണക്കാണ് വിവിധ 5000-6000 രൂപക്കായിട്ട് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ മൂസക്കുട്ടി സ്റ്റാൻഡിൽ നിന്നും ഇറങ്ങി മൗലാനിലേക്കും അൽഷിഫയ്ക്കും EMSലേക്കും അതുപോലെ തന്നെ ചമയത്തേക്കും കേമത്തേക്കും ഒക്കെ പോകുന്നത് ഇതേ തുടർന്നു കൊണ്ട് തന്നെയാണ്. അപ്പോ നമ്മുടെ ചെർപ്പശ്ശേരിക്ക് വരുന്ന മാത്രം ഒരു ബുദ്ധിമുട്ടല്ല അവർ. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് അവർ നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ലാത്തത് കൊണ്ടായിരിക്കും നമ്മളോട് പറയരുത്. പക്ഷെ അത് അതിനോട് അവർ പൊരുത്തപ്പെട്ട് ജീവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇത് തുടക്കത്തിലുള്ള ഒരു പ്രയാസം തന്നെയായിരിക്കും. നമുക്ക് ബദൽ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പൊ നിലവിൽ അല്ലെങ്കിൽ താൽക്കാലികമായി ഈ ഒരു സ്ഥിതി തുടരുന്നതായിരിക്കും. ഇനി വീണ്ടും നമുക്ക് ചർച്ച ചെയ്യണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ പ്രയാസം കൂടുതൽ വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് ബോർഡിന്റെ തീരുമാനം.
അടിയന്തര യോഗത്തിൽ കൂടുതൽ സമയമെടുത്തതിനാൽ വെള്ളിയാഴ്ച ആയതുകൊണ്ട് യോഗത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോയി. ഇതുമായി ബന്ധപ്പെട്ട് വാക്കുതർക്കവുമുണ്ടായി. നഗരസഭാ കൗൺസിലിൽ 20/5/2026 തീയതിയിൽ 2ാം നമ്പർ തീരുമാനപ്രകാരം നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡ് കാപ്പർ സ്റ്റേഷൻ ലേലം ചെയ്ത് തീരുമാനിച്ചിട്ടുള്ളത്. ആയതിന്റെ അടിസ്ഥാനത്തിൽ 17/6/2026 ലേലം നടത്തുന്നത് തീരുമാനിച്ചിട്ടുള്ളത്. ആയതിനുള്ള ഓഫീസ് നടപടികൾ സ്വീകരിച്ചു വരുന്നതുമാണ്. ലേലം നടത്തുന്നതിനായി ബസ് സ്റ്റാൻഡ്, പീസ് പീരിയഡ്, കാപ്പർ സ്റ്റേഷൻ എന്നിവയുടെ അടിസ്ഥാന ലേല തുക നിശ്ചയിക്കുന്ന വിഷയം കൗൺസിൽ പരിഗണനയ്ക്ക്. പള്ളിക്ക് പോകാത്തവർക്കുള്ള കൗൺസിലല്ലോ, എല്ലാവർക്കുള്ള കൗൺസിലല്ലോ ആണല്ലോ. സുബീഷ് ഏത് പള്ളിക്കാന്ന് വെക്കില്ലേ? ഞാൻ പറഞ്ഞേ, ഇത് എല്ലാവർക്കുള്ള കൗൺസിലാണ്. സുബീഷ് ഏത് പള്ളിക്കാന്നുള്ള കാര്യമില്ല. ഇത് എല്ലാവർക്കുള്ള പള്ളിക്ക് എല്ലാവർക്കും കൗൺസിലാണ്. അല്ല, എല്ലാവർക്കുള്ള കൗൺസിലാണ്. എല്ലാവർക്കുള്ള കൗൺസിലാണ്. ഇത് പറഞ്ഞേ, എല്ലാവർക്കുള്ള പള്ളിയിൽ പോണവർക്കും പോകാത്തവർക്കുള്ള കൗൺസിലാണ്. അവർ മനസ്സിലാക്കണം. മനസ്സിലല്ലേ? ഇത് പള്ളിക്ക് സുബീഷ് മാത്രമുള്ള കൗൺസിലല്ലോ. ഇത് മറ്റു അജണ്ടകൾ പള്ളിക്ക് പോണവരും കഴിക്കേണ്ട അജണ്ടകളല്ലേ? ചർച്ച ചെയ്യേണ്ട ആളുകളില്ല ഇതില്. സുഹൃത്തെ, ആ രീതിയിൽ ഇങ്ങനെ വൈകാരം കൊണ്ട് പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ആ രീതിയിൽ എന്നൊക്കെ പറഞ്ഞത് ഇസാഖ് അവിടുന്ന് പോകുമ്പോ പള്ളിയിലേക്ക് പോകാൻ സമയമായി, പള്ളിയിലേക്ക് പോട്ടെ എന്ന് വേണ്ട പോയത്. സ്വാഭാവികമായിട്ട് സൗഹൃദപരമായിട്ട് എത്ര എല്ലാവർക്കും കൊണ്ടുപോ ഏത് പള്ളിയിലേക്ക് കൂടുതൽ സൗഹൃദപരമായിട്ട് ചോദ്യം വരും. ഇത് കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും ഇത് പൊളിറ്റിക്സ് ആണ്. ചെർപ്പുളശ്ശേരി നഗരസഭ ഭരണസമിതി ഓരോ കാര്യം തീരുമാനിക്കുമ്പോൾ 5 തവണ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്ന് ഇവിടുത്തെ ഒരു സാധാരണക്കാരായ മനുഷ്യന് പോലും ഒരു പ്രയാസം ഉണ്ടാവരുത്, ഒരു കച്ചവടക്കാരനും ഒരു യാത്രക്കാരനും ബുദ്ധിമുട്ടുണ്ടാകുന്നത് കരുതി വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനമാണ് ചെർപ്പുളശ്ശേരി ട്രാഫിക് പരിഷ്കരണം എന്ന് പറയുന്നത്. ഇത് തീർച്ചയായും രാഷ്ട്രീയപരമായി എടുത്തുകൊണ്ട് ഇന്നലെ ഇവിടെ കോൺഗ്രസിന്റെ ആളുകൾ വന്ന് ഭാരവാഹികൾ വന്ന് ഒരു കത്ത് നൽകുകയുണ്ടായി. ഒരു സമരത്തിലേക്ക് പോവുക, സമരവും മറ്റു സമരമാർഗങ്ങളൊക്കെ തന്നെ അത് രാഷ്ട്രീയ മുന്നണികൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഒരു ജനകീയ ഭരണസമിതി എന്നുള്ള നിലക്ക് ഇവിടെ വളരെ കൃത്യമായി കൊണ്ട് നിലപാട് സ്വീകരിച്ചിട്ട് പോയിരുന്നു. നേരത്തെ വൈസ് ചെയർമാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ചെയർപേഴ്സൺ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് ഒരു അവസാന തീരുമാനമല്ല. ജനങ്ങൾക്ക് ഏത് രീതിയിലാണ് ബുദ്ധിമുട്ട്, ചെർപ്പുളശ്ശേരിയിൽ വരുന്ന യാത്രക്കാർക്കും കച്ചവടക്കാർക്കും ബസ് തൊഴിലാളികൾക്കും ഓട്ടോ തൊഴിലാളികൾക്കും ഉൾപ്പെടെയുള്ള ഏത് സാധാരണക്കാരനും ഏത് രീതിയിലാണ് പ്രയാസം അനുഭവിക്കുമെങ്കിൽ ആ പ്രയാസം മറികടന്നിട്ട് അടുത്തൊരു തീരുമാനം ചെർപ്പുളശ്ശേരി നഗരസഭ ഭരണസമിതി എടുക്കുള്ളൂ എന്നുള്ള തീരുമാനം എല്ലാ യോഗത്തിലും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും തുടർച്ചയായിട്ടുള്ള എല്ലാ ട്രാഫിക് പരിഷ്കരണങ്ങളിലും അത് നിലനിൽക്കുക തന്നെ ചെയ്യും. ഇത് വേറെ വെറും ഒരു രാഷ്ട്രീയപരമായി കൊണ്ട് ഈ ഒരു സംവിധാനത്തെ എടുത്തു കഴിഞ്ഞാൽ നേരത്തെ എല്ലാ യോഗങ്ങളിലും ആ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ട ആളുകളാണ് ഇപ്പോൾ ഈ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത്. തീർച്ചയായും ഇത് ജനങ്ങളെ നോക്കുകുത്തിയാക്കി ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രീതിയിലുള്ള അവസരവാദ രാഷ്ട്രീയമാണ്. ആ അവസരവാദ രാഷ്ട്രീയത്തോട് നിൽക്കാൻ നിലവിലെ ചെർപ്പുളശ്ശേരി ഭരണസമിതി തയ്യാറല്ല എന്ന് കൂടി ഇതിന്റെ ഭാഗമായി സൂചിപ്പിക്കും. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി മാലിന്യ നിർമ്മാർജ്ജന യജ്ഞം ഊർജിതമാക്കാൻ യോഗത്തിൽ തീരുമാനമെടുത്തു. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നിടങ്ങളിൽ പരിശോധന കർശനമാക്കണമെന്ന് UDF അംഗം KM ഇസാഖ് യോഗത്തിൽ ആവശ്യമുന്നയിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സൗകര്യങ്ങൾ, അത്യാവശ്യം ജീവിത സൗകര്യങ്ങളുള്ള ഒരു നാട്, ഉയർന്ന ജീവിത നിലവാരം ആഗ്രഹിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രദേശം ആണ് കേരളം. അവിടെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ എത്ര കണ്ട് നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്, എത്ര പേരുടെ പേരിൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്, എത്ര പേരുടെ പേരിൽ നടപടി എടുത്തിട്ടുണ്ട്. നോട്ടീസ് അയച്ചിട്ട് വേണ്ടി ഇരുന്ന പോരാ, ഫോളോ അപ്പ് ഉണ്ടായിട്ടുണ്ടോ, നടപടി എടുത്തിട്ടുണ്ടോ? നഗരസഭാ ആരോഗ്യ വിഭാഗം വിഷയത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകണമെന്ന് വൈസ് ചെയർമാൻ C ജയകൃഷ്ണനും പറഞ്ഞു. ഇതര സംസ്ഥാന തൊഴിലാളികൾ എവിടെയെല്ലാം താമസിക്കുന്നുണ്ടോ ആ താമസിക്കുന്ന ഭാഗത്തെ നമ്മൾ മുനിസിപ്പാലിറ്റിയുടെ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ഞാനും ഇസാഖും അല്ല പരിശോധനയ്ക്ക് പോകേണ്ടത്, ഞങ്ങൾ രാഷ്ട്രീയക്കാരാണ്. പോകേണ്ടത് ഇവിടുത്തെ ആരോഗ്യ വകുപ്പാണ്. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അന്നും ഇന്നും എന്നും നമ്മൾ കൊടുക്കുന്നു. അത് മാത്രമല്ല ചില മേഖലകളിൽ നമ്മളടക്കം ഭയപ്പെടുത്തുന്ന രീതിക്ക് അനുസരിച്ചാണ്, ഒരു ആക്ഷേപവുമില്ല. ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ സർക്കാർ ആരോഗ്യ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരും ആ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും വെച്ചുകൊണ്ട് അവരെ മീറ്റിംഗ് കൂടിയിട്ട് അവര് നമ്മളെ ഫീൽഡിലേക്ക് വിടുന്നുണ്ട്. അപ്പൊ അടിയന്തരമായിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ഇസാഖ് കൗൺസിൽ പറഞ്ഞത് വളരെ ഗൗരവത്തോട് കൂടിയിട്ട് നമ്മുടെ ആരോഗ്യ വിഭാഗം പ്രത്യേകിച്ച് ചുമതലയുള്ള CCM അത് ഏറ്റെടുത്തുകൊണ്ട് വെള്ളിയാഴ്ച ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിൽ 8 അജണ്ടകളാണ് ചർച്ച ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ചെറുപ്പുളശ്ശേരി.
സന്തോഷങ്ങളും വിഷമങ്ങളും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, പ്രത്യേകിച്ചും വിചാരിക്കാത്ത നേരത്തുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.